ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്. എല്ലാ ദിവസവും രാവിലെ 7:00 പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കടക്കാം. ഇന്ന് കഴിഞ്ഞ ശനിയാഴ്ച ദിവസം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ ഒരു ദിവസമാണ്. ന്യൂസ് ഹെഡ്ലൈൻസിലേക്ക് നോക്കുകയാണെങ്കിൽ ലോക്സഭ ഇലക്ഷൻ ഏപ്രിൽ 19 വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യും. ബിറ്റ്കോയിനിലെ CEO ബിനാൻസിൻ്റെ CEO പറഞ്ഞിരിക്കുന്നത് ബിറ്റ്കോയിൻ 80,000 കടക്കുമെന്നാണ് ബിനാൻസിൻ്റെ CEO പറഞ്ഞിരിക്കുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി കഴിഞ്ഞ വെള്ളിയാഴ്ചയിലെ ക്ലോസിങ്ങിൽ നിന്ന് 50 പോയിൻ്റ് ഇപ്പോൾ താഴെയാണ് നിൽക്കുന്നത്. ഈ ഒരു ആഴ്ചയിൽ US നിന്ന് ഫെഡറൽ റിസർവിൻ്റെ ഫെഡറൽ ഓപ്പൺ കമ്മിറ്റിയുടെ മിനിറ്റ്സ് ഓഫ് മീറ്റിങ്ങും അവിടുത്തെ ഇൻഫ്ലേഷൻ പലിശ നിരക്ക് വർധനവ് സംബന്ധിച്ചുള്ള തീരുമാനങ്ങളും വരും. കൂടാതെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ചിപ്പ് നിർമ്മാണ കമ്പനിയായിട്ടുള്ള NVIDIAയുടെ കോൺഫറൻസ് കാലിഫോർണിയയിൽ വെച്ച് നടക്കുന്നുണ്ട്. ഇന്ത്യ ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങളിലെ IT കമ്പനികളിൽ ഇനി മുന്നോട്ടുള്ള പല തീരുമാനങ്ങൾക്കും ഈ ഒരു NVIDIAയുടെ കോൺഫറൻസ് കാരണമാകും. ഇന്ന് നമ്മൾ മാർക്കറ്റിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. റെയിൽടെൽ കോർപ്പറേഷന് 352 കോടി രൂപയുടെ ഓർഡർ BMCയുടെ ഭാഗത്ത് നിന്ന് കിട്ടി. അദാനി ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്കുകളിൽ മൾട്ടിപ്പിൾ ന്യൂസാണുള്ളത്. അദാനി ഗ്രൂപ്പ് അവരുടെ റിന്യൂവബിൾ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 1.5 ലക്ഷം കോടി രൂപ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ സ്പെൻഡ് ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതാണ് ഒരു ന്യൂസ്. അതേ സമയത്ത് US നിന്ന് അദാനി ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്കുകളിൽ വൈബറി കേസ്, കൈക്കൂലി കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് 2 ന്യൂസ്. അപ്പോൾ ഈ 2 ന്യൂസുകൾ മിക്സായ രീതിയിലായിരിക്കും ഇന്ന് റിയാക്ട് ചെയ്യാം. ആദ്യത്തെ ബിർള ഫാഷൻ കമ്പനി അവർ TNC ക്ലോത്തിങ് ആയിട്ട് മെർജ് ചെയ്യുന്നതിൻ്റെ തീരുമാനം നാഷണൽ ലോ കമ്മ്യൂണൽ ട്രിബ്യൂണൽ അംഗീകാരം കൊടുത്തു എന്നുള്ള ന്യൂസ് ഉണ്ട്. ക്രോംപ്ടൺ ഗ്രേവ്സ് കമ്പനി ഇവർക്ക് ഒരു പുതിയൊരു പേറ്റൻറ്റ് ലീനിയർ നോഡ് ട്യൂബുലർ ലൈറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു പേറ്റൻറ്റ് അടുത്ത 20 വർഷത്തേക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടി. ആംബർ എൻ്റർപ്രൈസസ് കമ്പനി ഇവർ റെയിൽവേ സബ് സിസ്റ്റം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി രൂപീകരിച്ചു. റെയിൽവേ കമ്പോണൻറ്റും സബ് സിസ്റ്റംസ് എല്ലാം തന്നെ മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കമ്പനി ആംബർ എൻ്റർപ്രൈസസ് സബ് കമ്പനി രൂപീകരിച്ചത്. SCVN കമ്പനി ഇവർക്ക് 200 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള സോളാർ പ്രൊജക്റ്റിൻ്റെ ഓർഡർ ഗുജറാത്തിൽ നിന്ന് ലഭിച്ചു. RVNലിനും 400 കോടി രൂപയുടെ ഓർഡർ മഹാരാഷ്ട്ര മെട്രോ റെയിലിൻ്റെ ഭാഗത്തു നിന്ന് ലഭിച്ചു. ഐക്കോൺ ഇൻ്റർനാഷണലിന് 630 കോടി രൂപയുടെ ഓർഡർ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് ലഭിച്ചു. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് കമ്പനിക്ക് 2800 കോടി രൂപയുടെ ഓർഡർ ഇന്ത്യൻ ഡിഫൻസ് മിനിസ്റ്ററുടെ ഭാഗത്തു നിന്ന് ലഭിച്ചു. ടോറൻറ്റ് പവറിന് 300 മെഗാവാട്ട് വിൻഡ് കപ്പാസിറ്റിയുള്ള പുതിയൊരു ഓർഡർ ലഭിച്ചു. KPE ഗ്രീന് അവർക്കും ഒരു പുതിയ സോളാർ പവർ പ്രൊജക്റ്റ് ലഭിച്ചു. KSB കമ്പനിക്ക് മഹാരാഷ്ട്ര എനർജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് 300 കോടി രൂപയുടെ ഓർഡർ കിട്ടി. ITC കമ്പനി ട്രാവൽ രംഗത്ത് അവരുടെ ബിസിനസ് ശക്തിപ്പെടുത്തുകയാണ്. ഇൻ്റർനാഷണൽ ട്രാവൽ ഹൗസിലെ 26% സ്റ്റേക്ക് ITC അക്വയർ ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു മൊമെൻറ്റിലുള്ള ന്യൂസ്. മറ്റുള്ള ന്യൂസ് നമ്മുടെ ടെലഗ്രാം ചാനലുണ്ടാവും. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് മാത്രം ജോയിൻ ചെയ്യുക. അതുപോലെ ഇന്നത്തെ ബ്രേക്ക്ഔട്ട് സ്റ്റോക്കുകളും IPO ഡീറ്റെയിൽസും ഡിവിഡൻഡ് ഡീറ്റെയിൽസും കാണാനായിട്ട് നമ്മുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള ബിസ്മൈൽ ട്രേഡിങ്ങിൻ്റെ അണ്ടറിലുള്ള ട്രേഡ് ബഡി ടാബ് എന്ന് പറയുന്ന ഒരു ട്രേഡിംഗ് ഡിവിഷനിലുണ്ട്. അതും അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. ആക്സസ് ചെയ്യാൻ, ബുക്ക് മാർക്ക് ചെയ്യാം. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കാണാം. മറ്റുള്ള സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ആദ്യമായിട്ട് FISൻ്റെ ഇൻഡെക്സ് ഫ്യൂച്ചറിലുള്ള അവരുടെ ആക്ടിവിറ്റിയാണ്. 62% അവർ അവരുടെ ഷോർട്ട് പൊസിഷൻ കീപ്പ് ചെയ്തിട്ടുള്ളത്. ലോങ് പൊസിഷൻ 38% മാത്രമാണുള്ളൂ. US ഗ്ലോബൽ മാർക്കറ്റ് നോക്കുമ്പോൾ ഏറ്റവും താഴെ കാണാം ഡോയും നാസ്ഡാക്കും. US മാർക്കറ്റ് കഴിഞ്ഞ വെള്ളിയാഴ്ച റെഡിൽ അടച്ചിരുന്നു. അതിന് മുകളിൽ യൂറോപ്യൻ മാർക്കറ്റ് മിക്സഡായിരുന്നു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ബിറ്റ്കോയിൻ 2000 പോയിൻറ്റിൻ്റെ 2200 പോയിൻ്റ് റാലി രേഖപ്പെടുത്തി 67,000 കടക്കുന്നു. അതിന് മുകളിലുള്ള ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് നെഗറ്റീവാണ്. അതിന് മുകളിൽ ജപ്പാൻ മാർക്കറ്റ് 700 പോയിൻ്റ് റാലി രേഖപ്പെടുത്തി. അതിന് മുകളിലേക്കുള്ള കൊറിയ, ചൈന, ഓസ്ട്രേലിയ തുടങ്ങിയ മാർക്കറ്റുകൾ മിക്സഡായ രീതിയിൽ ട്രേഡിംഗ് തുടരുന്നു. ഏറ്റവും ടോപ്പിൽ ഗോൾഡ് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തി $2,157 പെർ ഔൺസ് എന്ന നിലയിലാണ് ഇപ്പോൾ ഗോൾഡിൻ്റെ നിൽപ്പ്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ HDFC പൊല്ലാപ്പൊന്നും ഉണ്ടാക്കിയിട്ടില്ല. 0.5% ഒരു ഇടിവ്. ഇൻഫോസിസ് 2.5% ഇടിവ്. റിലയൻസ് GDRൽ
2% ഇടിവാണ് ഇപ്പോൾ ഉള്ളത്. ഇനി നമുക്ക് പ്രധാനമായിട്ടും ഓപ്പൺ ഇൻട്രസ്റ്റുകൾ പരിശോധിക്കാം. ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കും മുമ്പ് നമുക്ക് ആദ്യം ഈ ഒരാഴ്ചയിലെ പ്രധാനപ്പെട്ട ഈവൻറ്റുകൾ ഡിസ്കസ് ചെയ്യാം. ഇന്നലെ ഞായറാഴ്ച മാർക്കറ്റ് ഔട്ട്ലുക്കിൽ നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു റെഡ് കളർ കാണിച്ചിട്ടുണ്ട്. ഫെഡറിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ മാർച്ച് 20 11:30 PM ഇന്ത്യൻ സമയം വരും. നെക്സ്റ്റ് ഡേ ഫെഡറൽ ഓപ്പൺ കമ്മിറ്റിയുടെ പ്രസ് കോൺഫറൻസ് ഇന്ത്യൻ സമയം 12 AM വരും. മാനുഫാക്ചറിംഗ് PME ഇന്ത്യൻ സമയം 7:15 വരും. ഇതാണ് യു.എസിൽ നിന്നുള്ള പ്രധാന ഈവൻറ്റ്. അതാത് രാജ്യങ്ങളിലെ ഈവൻറ്റുകളെല്ലാം തന്നെ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വായിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് നമ്മുടെ നേരത്തെ പറഞ്ഞ ട്രേഡബിൾ ടാബിൽ ഗ്ലോബൽ ഈവൻറ്റുകളിലുണ്ട്. അപ്പോൾ ഈ ഒരാഴ്ച നമ്മൾ പൊസിഷൻസ് എല്ലാം തന്നെ കീപ്പ് ചെയ്യണോ വേണ്ടയോ, അതാത് ദിവസം എന്ത് ചെയ്യണമെന്നുള്ളൊരു തീരുമാനം എടുക്കാനായിട്ട് നമുക്ക് ഗ്ലോബൽ ഈവൻറ്റ് സഹായിക്കും. അത് മാറ്റി നിർത്തിയാൽ കൂടിയും അടുത്ത ആഴ്ച മാർക്കറ്റ് ഹോളിയും ഗുഡ് ഫ്രൈഡേയും കാരണം 2 ദിവസം അവധിയാണ്. അപ്പോൾ മന്ത്ലി എക്സ്പയറീസ് എല്ലാം തന്നെ വളരെയധികം കൺജസ്റ്റഡ് ആയിട്ട് ഈ ഒരാഴ്ച ആയിരിക്കും അത് കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്യുക. ഇലക്ഷൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ ഒരു ദിവസമാണ്. മാർക്കറ്റിൽ ജാഗരൂകരായിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓപ്പൺ ഇൻട്രസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ ആദ്യമായിട്ട് ഉള്ളത് നിഫ്റ്റിയുടെയാണ്. നിഫ്റ്റിയുടെ സ്പോട്ട് ഉള്ളത് 22,023. PCR 0.9 ആണ്. മേജർ റെസിസ്റ്റൻസ് സോൺ 22,100, 200, 300. സപ്പോർട്ട് സോൺ 21,800 ആണ്. ബാങ്ക് നിഫ്റ്റി സ്പോട്ട് ഉള്ളത് 46,564. PCR 0.7 ആണ് ഉള്ളത്. മേജർ റെസിസ്റ്റൻസ് സോൺ 46,900 ആണ്. പിന്നെ 47,500 ആണ്. സപ്പോർട്ട് സോൺ ഉള്ളത് 45,500 എന്ന റേഞ്ചിലാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുന്നത്. മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഓപ്പൺ ഇൻട്രസ്റ്റ് കുറച്ചും കൂടി ക്ലാരിറ്റി വരും. അപ്പോൾ സെൻസിബിളിൻ്റെ പ്ലാറ്റ്ഫോമിലെല്ലാം തന്നെ നമുക്ക് റിയൽ ടൈമായിട്ട് ഓരോ 5 മിനിറ്റിലും ഓപ്പൺ ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കും. സെൻസിബിൾ സെറോദ ഉപഭോക്താക്കൾക്ക് ഫ്രീ ആണ്. അപ്പോൾ സെറോദ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഉപയോഗപ്പെടുത്താം. അതല്ലെങ്കിൽ കൂടിയും ഓപ്സ്ട്രാഡ്ജ് പോലെയുള്ള മറ്റുള്ള പ്ലാറ്റ്ഫോമുകളുണ്ട്. പക്ഷേ അതിൽ 5 മിനിറ്റിൽ ഇൻ്റർവെല്ലിൽ കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓപ്സ്ട്രാഡ്ജ് എല്ലാവർക്കും ഫ്രീ ആണ്, നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു ആഴ്ച നമുക്ക് ഫിനാൻഷ്യൽ ഇയർ എൻഡാണ്. അതാണ് മറ്റൊരു പ്രത്യേകത. ഫിനാൻഷ്യൽ ഇയർ എൻഡാണ്, ഇലക്ഷൻ തുടങ്ങിയിട്ടുണ്ട്. ഫിനാൻഷ്യൽ ഇയർ എൻഡിൽ ഒരുപാട് ആളുകൾ ടാക്സായിട്ട് ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. ടാക്സായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ടാക്സ് കൺസൾട്ടൻറ്റിൻ്റെ അടുത്ത് സംസാരിച്ച് ഒരു ധാരണയിലെത്തുന്നതാണ് നല്ലത്. ഈ ഒരു മാർച്ച് 15-ാം തീയതി ആയിരുന്നു അഡ്വാൻസ് ടാക്സ് അടയ്ക്കേണ്ട ഒരു ഡേറ്റ്. പക്ഷെ മാർച്ച് 30-നുള്ളിൽ മാത്രം മതി നമുക്ക് ടാക്സ് സേവ് ചെയ്യുന്ന ടാക്സ് സേവിങ് മ്യൂച്വൽ ഫണ്ടുകൾ, ELSS മ്യൂച്വൽ ഫണ്ട് വാങ്ങിക്കാനുള്ള അവസരം സ്റ്റിൽ ഈ ഒരു മാസം വരെയുണ്ട്. എനിവേ വൈകിട്ട് 7 മണിക്ക് വിശദമായിട്ട് ന്യൂസായിട്ട് എത്താം. താങ്ക് യു ഓൾ.